الحمد لله رب العالمين. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. സ്നേഹനിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭയന്ന് ജീവിതത്തിൽ ജീവിക്കണമേ എന്ന് ഒരാവർത്തി കൂടി ഓർമ്മപ്പെടുത്തുക. മദീനകൾക്ക് കിട്ടിയ സഹായം നമുക്കും കിട്ടണമെങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്തുക മാത്രമാണ് ഏക പരിഹാരം. പലരും ഘോഷിക്കാറുണ്ട്, ബദറിൽ മുസ്ലിങ്ങൾ സഹായിക്കപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ശരിയാണ്, തീർച്ചയായും ഒരു വിശ്വാസി അള്ളാഹുവിന്റെ സഹായം മാത്രം പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷെ സഹായം ലഭിക്കാൻ അള്ളാഹു ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം, ബദറിന്റെ ചരിത്രം നോക്കും. അള്ളാഹു നേരിട്ട് ശിക്ഷിച്ച പോലെ മുശ്രിക്കുകളെ, സഹാബാക്കളെ പരീക്ഷിക്കേണ്ട ഒരു കാര്യം, ആ രാത്രിയിൽ അവർ ദുഃഖിക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കമുളയ്ക്കേണ്ട കാര്യം. അപ്പൊ അവരുടെ ഈമാൻ ഒരു മുഖ്യ ഘടകമാണ് അള്ളാഹുവിന്റെ സഹായവും വിജയമൊക്കെ കിട്ടാൻ. വിശ്വാസികളുടെ ഈമാനും സത്യസന്ധതയും അവരുടെ ആദർശബോധവും അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിനൊടുവിലായിരിക്കും വിജയം. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്. ശത്രുക്കളാൽ, നമ്മളല്ലാത്ത എല്ലാ കക്ഷികളാലും നമ്മൾ വേട്ടയാടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ ആശയപരമായും ആദർശപരമായും എല്ലാ നിലയ്ക്കും നമ്മൾ സംരക്ഷിക്കപ്പെടാൻ, അവരുടെ ഭൗതികമായ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിക്കപ്പെടാൻ ബാഹ്യമായ എല്ലാ മാനദണ്ഡങ്ങൾക്കും അപ്പുറം പ്രധാനം അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ്. എങ്കിൽ ബദറിലെ വിജയം മുഅ്മിനീങ്ങൾക്ക് കിട്ടും. ഫതഹ് മക്ക അത് മുഅ്മിനീങ്ങൾക്ക് കിട്ടും. അത് തൗഹീദ് മുറുകെ പിടിക്കുക. ശുദ്ധമായ കറകളഞ്ഞ തൗഹീദ്, ഏകദൈവ ആരാധന, നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രം മുറുകെ പിടിക്കുന്ന ശരിയായ ഈമാൻ നമ്മിൽ ഉണ്ടാകണം. എല്ലാ വിധത്തിലും അനാചാരങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് കൃത്യമായ സുന്നത്തിനെ പിൻപറ്റുവാനുള്ള വ്യക്തത നമ്മിൽ ഉണ്ടാകണം. എങ്കിൽ അതിന്റെ പിന്നാലെ ഉണ്ടാകും സഹായം. അതാണ് നമ്മൾ മുഖ്യമായും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തആല തന്നെ വാഗ്ദാനം ചെയ്തതാണ് വിശുദ്ധ ഖുർആനിൽ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. നിങ്ങൾ നിന്ന് ഈമാനും സൽക്കർമ്മവും ഉള്ള ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈമാനും സൽക്കർമ്മവും ഇത് രണ്ടും മുഖ്യമാണ്. വിശ്വാസം കളഞ്ഞു കുളിച്ചവർക്ക് സഹായമില്ല. അള്ളാഹുവിന്റെ വഴിപ്പെട്ട് നന്മകളിലായി ജീവിക്കാത്ത ആളുകൾക്ക് സഹായമില്ല എന്നാണ് പറയുന്നത്. അവർക്കുള്ള സഹായം എന്താണ്? അവർക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകിയതുപോലെ, ഖിലാഫത്ത് നൽകിയതുപോലെ അള്ളാഹു നൽകും. മാത്രമല്ല അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയ വിശുദ്ധ ദീനിന് ഒരു സ്വാധീനം ഈ മണ്ണിൽ അള്ളാഹു തആല സ്ഥാപിക്കും. ആ ആളുകളിലൂടെ നിലനിർത്തും. ദീന ഇസ്സത്തുള്ളതാണ്, പക്ഷെ അതിന്റെ ഇസ്സത്ത് വെളിവാക്കുന്നത് ചില ആളുകളിലൂടെ. അത് അല്ലാഹു തആല വെളിവാക്കും ഈ ആളുകളിലൂടെ, ദീൻ നിലനിർത്തുന്നവരിലൂടെ. മാത്രമല്ല മുഖ്യമാണ് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അന്ന് നിർഭയത്വം. ശത്രുക്കളെ പേടിക്കാതെ, അവരുടെ കുതന്ത്രങ്ങളെ ഭയക്കാതെ കഴിയാൻ, ഒരു സമാധാനം നാളിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു തആല പറയുന്നത്, ഭയത്തിനൊടുവിൽ നിങ്ങൾക്ക് നിർഭയത്വം വേണോ? നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളെ, ഫാസിസ്റ്റുകളെ, ജൂതന്മാരെ, സയനിസ്റ്റുകളെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുകയാണോ? അതിൽ നിന്ന് അമ്ന ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ദീൻ മുറുകെ പിടിക്കണം. അല്ലാഹു തആല കൃത്യമായി നമ്മൾ ഉപദേശിക്കണം. അവരുടെ പ്രത്യേകത എന്നെ മാത്രം ആരാധിക്കണം, എന്നെ ശിർക്ക് ചെയ്യരുത്, പങ്കു ചേർക്കരുത്. എങ്കിൽ ഈ പറഞ്ഞ സഹായം ഉണ്ടാകൂല. സൂറത്തുൽ നൂർ 55-ാമത്തെ വചനമാണ് ഈ ഓതി ക്ഷണിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമായിട്ട് വാക്ക് തന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹുൽ മിഅദ്. അല്ലാഹുവിന്റെ വാഗ്ദാനം അതവൻ ലംഘിക്കുകയില്ല. അല്ലാഹു തന്ന വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് സമൂഹം
പല വിധത്തിലുള്ള ശിർക്കിൽ മുന്നിട്ടുകൊണ്ടേയിരിക്കും. അവിശ്വാസികളുടെ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ആരാധനകളിൽ ഭാഗമാക്കുകയാണ് നമ്മുടെ സമുദായത്തിൽ പലരും. നോമ്പിൽ പോലും അന്യമതസ്ഥരുടെ ആരാധനകൾ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നിടത്ത് പോയി തങ്ങളുടെ വകയായി നിവേദ്യങ്ങൾ അർപ്പിക്കുക, അവരുടെ ആരാധനകളിൽ പങ്കെടുക്കുക. അത്തരം ആളുകൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ടെന്ന് ആരും സംശയിക്കേണ്ടതില്ല. മുർത്തത്തുകളാണ്, കാഫിറുകളാണ്, ഉദർ നൽകാൻ പറ്റാത്ത കുഫറിൽ അണകപ്പെട്ടിട്ടുള്ളത്. അവരുടെ ജനാസ മുന്നിൽ വന്നാൽ പോലും അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. കാരണം സംശയത്തിനിടയിൽ ഉള്ള ഒരു വകുപ്പല്ല. ഒരു ബിംബത്തെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് നിവേദ്യങ്ങൾ അർപ്പിക്കുക, ആ നേർച്ചയിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്ത് സംശയത്തിനാണ് ഒരു മുസ്ലിമിന് വക നൽകുന്നത്? സമുദായത്തിനകത്ത് കുറെ വിദ്യാർത്ഥികൾ സംശയത്തിൽ കടന്നുപോയിട്ടുണ്ട്. പുരോഹിതന്മാരാൽ പരിഹരിക്കപ്പെടാൻ കഴിയാതെ സാധാരണക്കാർക്ക് പാവന വർഗത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. പക്ഷെ ഒരു ഇതര മതസ്ഥന്റെ ദൈവവിശ്വാസവും ആ ആചാരത്തിലും പങ്കെടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും പുണ്യം പ്രതീക്ഷിച്ച് ആരാധനകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിർക്കിലും കുഫറിലും സംശയിക്കുക തന്നെ കുഫറായിത്തീരും. ഒരു ഡൗട്ട് ഒരു മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരം ആളുകളെ അവഗണിക്കണം. അവരുടെ ജനാസ കാണപ്പെട്ടാൽ അതിൽ നിന്ന് പിന്തിരിയണം. അത് നമുക്ക് കഴിയണം. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അവിശ്വാസികൾക്ക് വേണ്ടി മാപ്പിലാക്കാൻ ഒരു മുഅ്മിന് പാടുള്ളതല്ല. അത് അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി. ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. നമുക്ക് സഹോദരങ്ങളെ, ഇനി മറ്റൊരു തരം നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾ മതസൗഹാർദ്ദം എന്ന് ധരിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ പള്ളിയുടെ പരിസരവും മറ്റുമൊക്കെ തുറന്നു കൊടുത്ത് മതസൗഹാർദ്ദം എന്ന് പ്രകടിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ വർഗീയത കലകളഞ്ഞ വർഗീയത ഇല്ലാത്ത ആളുകളാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. ഇസ്ലാമിൽ വർഗീയതയില്ല എന്നത് നമുക്കറിയാം. പക്ഷെ ആദർശ കണിശതയുണ്ട്. ഒരു ഇതര മതവിശ്വാസവും നമുക്ക് കടമെടുക്കാൻ കഴിയില്ല. അതിനോട് രാജിയാകാൻ നമുക്ക് കഴിയില്ല. ഇസ്ലാമിൽ അതിന്റെ തനതായ വിശ്വാസമുണ്ട്. അതിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നുമായി രാജിയാകാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. അത് തുറന്നറിയിക്കേണ്ടവനാണ്, തുറന്നു പറയേണ്ടവനാണ്. അത് ഏത് രാജ്യത്തായാലും, ബഹുസ്വര രാജ്യത്തിലാണെങ്കിലും ഇസ്ലാമിക രാജ്യത്തിലാണെങ്കിലും ആദർശത്തിലും വിട്ടുവീഴ്ചയില്ല. ഒരു ഇതര മതസ്ഥനോട് സൗഹാർദ്ദപരമായി പെരുമാറുന്നതിനും അവനെന്തെങ്കിലും ഭൗതികമായി സഹായിക്കുന്നതിനും അശരണരായ ആളുകൾക്ക് ഭക്ഷണവും പാനീയവും അവരെ സഹായിക്കുന്നതൊക്കെ പുണ്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളതാണ്. ഇഫ്താറുമായി ബന്ധപ്പെട്ട് ഇനി പള്ളിയുടെ ചെലവിലേക്ക് ആവശ്യമാണ്. ഒരു ദിവസത്തേത് 7000 രൂപയാണ്. ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ അതിലേക്ക് ഒരു സംഖ്യ കാണുക. ഈ അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇനി തുറന്നു കിടക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള അവസരമാണ്. പരലോകത്തേക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുക. ഇഫ്താർ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം നടത്തുന്നതിനാണ് ഈ ചെലവുള്ളത്. അതുപോലെ പള്ളിയുടെ പരിപാലനം ഒക്കെ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു മാപ്പാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. രോഗം കൊണ്ട് വലയുന്നവർ, രോഗകാരണത്താൽ നോമ്പെടുക്കാൻ പോലും കഴിയാത്ത സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.